ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അന്നും ഇന്നും എല്ലാം ഒരു ജിയോ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റിലാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യേണ്ടത്. അതായത് ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയ അവസ്ഥയാണ് നമുക്കെന്നും നേരിടേണ്ടി വരുന്ന ഒരു ഒരു രാജ്യമെന്ന രീതിയിൽ നമ്മൾ, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റാണ് നമുക്ക് തീർച്ചയായിട്ടും എവിടെയും നമുക്കെപ്പോഴും ഫേസ് ചെയ്യാനുള്ളത്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകം ക്രമം, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള, പ്രത്യേകിച്ച് UN ഉണ്ടായതിന് ശേഷം ഉള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 80 വർഷത്തിനടുത്ത് ഏകദേശം ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ഭൗമരാഷ്ട്രീയ ഘടനയ്ക്ക് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അന്ന് മുതൽ ഇന്ന് വരെ തന്നെ ഒരേ രീതിയിൽ തന്നെ അത് ഇപ്പോഴും ജിയോ പൊളിറ്റിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട പവർ പ്ലേയേഴ്സും എല്ലാം തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭൗമരാഷ്ട്രീയം നമ്മൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്തിന്, അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ നിലനിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ നിലനിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ ഇനി നമുക്ക് സമീപ ഭാവിയിലും അല്ലെങ്കിൽ ഈ ഒരു ഭൗമരാഷ്ട്രീയ ഘടന നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നേരിടേണ്ടി വരും ഒരു രാജ്യമെന്ന രീതിയിൽ. പ്രത്യേകിച്ച് നമ്മളുടെ നെയ്ബർഹുഡിൽ നിന്ന് പാകിസ്ഥാൻ, ചൈന അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ക്രൈസിസും കോൺഫ്ലിക്ട്സും എല്ലാം തന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിലനിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഇത് മാറി മറ്റൊരു ജിയോ പൊളിറ്റിക്സ്, ഒരു ഭൗമരാഷ്ട്രീയ ഘടന വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഈ ഒരു ഭൗമരാഷ്ട്രീയ ഘടന നിലനിൽക്കുന്ന കാലം ഇന്ത്യ ഇതിലെ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇനിയും നമ്മൾ ഷോർട്ട് ടൈമിലും അല്ലെങ്കിൽ മീഡിയം ടൈമിലും ലോങ് ടൈമിലും ഒക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലും സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു രാജ്യമെന്ന രീതിയിലുള്ള ഒരു ശക്തിയിലൊക്കെ നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊന്നും നമുക്കത്ര കാര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു റോൾ നമുക്ക് ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ നമ്മളെ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇല്ലേ? നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ എടുത്തു പറയത്തക്ക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് റോളൊന്നും നമുക്കില്ല. മറ്റു പല രാജ്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ഒരു രീതിയിലും നമുക്ക് സ്വാധീനിക്കാനും സാധിക്കത്തില്ല. നമ്മളുടെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ കൂടെ, ഉദാഹരണത്തിന് ഇപ്പോഴത്തെ വിഷയം വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തു നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ LPG കൊണ്ടുവരാനൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരാനൊക്കെ തന്നെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് രാജ്യവുമായിട്ട് നമുക്ക് ബൈലാറ്ററൽ റിലേഷൻസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കവിഞ്ഞ് നമുക്ക് ഒരു പാൻ ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം തീർച്ചയായിട്ടും ഇത് തുടരുമെന്ന് ഞാൻ പറയുന്നത്, നമുക്ക് പാകിസ്ഥാനിൽ നിന്നും നേരിടുന്ന, കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയുമായിട്ട് ഇല്ലേ, അതാ ഞാൻ പറഞ്ഞ ഈ ജിയോ പൊളിറ്റിക്സ് നിലനിൽക്കുന്ന കാലം നമുക്ക് ഈ ഒരു വിഷയം അതുപോലെ തന്നെ നമുക്ക് നേരിടേണ്ടി വരും നമുക്ക്. അപ്പോൾ യുദ്ധങ്ങൾ, ഞാൻ പറഞ്ഞു തരുന്നത്, ഇന്ത്യക്ക് യുദ്ധങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഒരു വാറിലേക്ക് പ്രൊവോക്ക് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്ത് കണ്ടോ അത് തന്നെ തീർച്ചയായിട്ടും തുടരാനും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള, നമ്മളവരോട് എത്ര തന്നെ വളരെ മാന്യമായിട്ടും ന്യായമായിട്ടും ഒക്കെ തന്നെ നമ്മൾ ബിഹേവ് ചെയ്താലും തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ നമ്മൾക്ക് ബെനഫിഷ്യലായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ജസ്റ്ററോ അല്ലെങ്കിൽ ഒരു നിലപാടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിലും ഒക്കെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള
ഉപദ്രവങ്ങൾ, വാറ് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നമുക്ക് നയിക്കുന്നതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇതാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മളുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ അല്ലെങ്കിൽ സൈനിക ശക്തിയെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യകത നമുക്ക് വളരെ അധികമാണ്. പ്രത്യേകിച്ച് പണ്ടുണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും പണ്ട് നമുക്ക് ഒരു വൺ ഫ്രണ്ട് വാർ എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനെ മാത്രം നമുക്ക് നേരിടുക എന്നുള്ള. ചൈനയിൽ നമുക്ക് അത്ര വലിയ പണ്ടത്തെ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങനെ ഒരു പറയത്തക്ക ഒരു ബോർഡർ കോൺഫ്ലിക്റ്റിലേക്ക് ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി. സാഹചര്യങ്ങൾ മാറിയതിൻ്റെ കാരണവും നമുക്കറിയാം. ചൈനയുടെ എക്സ്പാൻഷൻ, അവരുടെ റീജിയണൽ എക്സ്പാൻഷനിലുള്ള അവർക്കുള്ള ഒരു അംബീഷനും അവരുടെ CPEC, POK കൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ സോവറിൻറ്റിയെ വെല്ലുവിളിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിനെ തിരിച്ച് കൗണ്ടർ ചലഞ്ച് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഇക്വേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ വൺ ഫ്രണ്ട് വാർ എന്നുള്ളത് ഇപ്പോൾ ടു ഫ്രണ്ട് വാറും, ഇപ്പം ബംഗ്ലാദേശും നമ്മളുടെ കയ്യിൽ നിന്ന് ഏകദേശം വഴുതിപ്പോയി. ഇപ്പോൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയൊക്കെ സ്വാധീന വലയത്തിലുള്ള രാജ്യമായി മാറുന്നുണ്ട്. ഒരു 3 ഫ്രണ്ട് വാറിലേക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് വേണം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആർക്കിടെക്ചറും അല്ലെങ്കിൽ നമ്മളുടെ ഈ നാഷണൽ സെക്യൂരിറ്റിയോട് ബന്ധപ്പെട്ട പോളിസീസിനെയും ഒക്കെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത്, രൂപീകരിച്ചെടുക്കാനാണ്. എന്നുവെച്ചാൽ പഴയ സാഹചര്യമല്ല ഇപ്പോഴെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സേനയെ ശക്തിപ്പെടുത്തേണ്ട വലിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ എയർഫോഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ റഷ്യയിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അവരുടെ ഈ Su-57 എന്നുള്ള അവരുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അമേരിക്കയുടെ ട്രംപ് നമുക്ക് F-35 തരാൻ ഓഫർ ചെയ്തത്. ഓഫർ മീൻസ് അവർ F-35 ഇന്ത്യക്ക് തരാൻ സമ്മതമാണെന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റ് ഒരു സെയിൽസ് പിച്ച് നടത്തിയായിരുന്നു. പക്ഷേ നമ്മളതിനെ കാര്യമായിട്ടൊന്നും പരിഗണിച്ചായിട്ട് നമുക്കറിയില്ല. റഷ്യയിൽ നിന്നും ഓഫറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ തീർച്ചയായിട്ടും റഷ്യൻ ഓഫറായിരിക്കും സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് ഈ ഒരു Su-57 ഓഫർ അല്ലെങ്കിൽ ഈ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. എയർഫോഴ്സ് അതിൻ്റെ വില്ലിങ്നെസ് നമ്മുടെ ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഡീലൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളുടെ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്ക്വാഡ്രൻസൊക്കെ തന്നെ നമുക്ക് 40 മുകളിൽ 42.5%, 42.5 സ്ക്വാഡ്രൻ വേണ്ടത് ഇപ്പോൾ കഷ്ടിച്ച് 30 സ്ക്വാഡ്രൻസൊക്കെ ഉള്ളൂ നമുക്ക്. കാരണം നമ്മുടെ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാംസൊക്കെ തന്നെ വളരെ ഡിലേ നേരിടുന്ന ഒരു കാര്യമാണ്. റഫേൽ നമ്മൾ 114 റഫേൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്ക് സമയം എന്തെങ്കിലും എടുക്കും. പെട്ടെന്ന് അതിനൊന്നും ഇൻഡക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ പെട്ടെന്ന് പറത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന കുറേ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാകും. 10, 20 അല്ലെങ്കിൽ 30 എണ്ണം ചിലപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് മാനുഫാക്ചർ ചെയ്യാം, ഒന്നുകിൽ ഫ്രാൻസിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്താൽ തന്നെ അതിന് ടൈം എടുക്കുന്നത്. കാരണം ഒരു വർഷം നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഫാക്ടറി കപ്പാസിറ്റി ചിലപ്പം 20 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ. ഫ്രാൻസിന് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫൈറ്റ് എയർക്രാഫ്റ്റ് ഒരു വർഷം അവർക്ക് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 114 എണ്ണം നമുക്ക് നിർമ്മിച്ച് സേനയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. തീർച്ചയായിട്ടും അതിന് ടൈം എടുക്കും. അപ്പോൾ ഈ പറഞ്ഞ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നമ്മൾ സ്വയം അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ നമ്മളുടെ പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം 2018 റഷ്യ ഇന്ത്യയുടെ ഈ പറഞ്ഞ 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ ഈ മാനുഫാക്ചറിങ്ങിന് വേണ്ടി, അതായത് ജോയിൻ കൊളാബറേഷനെ കൂടെ മാനുഫാക്ചർ ചെയ്യാം. അതായത് FGF എന്ന് പറയുന്നത് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്. പക്ഷേ ഇന്ത്യ അതന്ന് കൈ കൊടുക്കാത്തതിന് കാരണം ഇന്ത്യക്ക് അതിനകത്തിൽ ചില എന്താണ് പറയുന്നത് താല്പര്യക്കുറവുകളുണ്ടായിരുന്നു. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ്, 2 ഇന്ത്യൻ ടെക്നീഷ്യൻസിൻ്റെ എൻജിനീയേഴ്സിൻ്റെയൊക്കെ റോൾ അതിനകത്തിൽ വളരെ മിനിമലായിരുന്നു. അതുപോലെ തന്നെ ഈ അതിൻ്റെ സ്റ്റെൽത്ത് ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഡൗട്ട്സ്, എൻജിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഡൗട്ട്സ്, ഇതൊക്കെ തന്നെ ഇന്ത്യ കാരണം പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് മാറി. 2018
അപ്പോൾ ഇപ്പോൾ ഏകദേശം 7 വർഷമായിക്കാം. പക്ഷേ റഷ്യ അതെല്ലാം ഉണ്ടാക്കി അവർ ഫ്ലൈ ചെയ്യുന്നുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ പറഞ്ഞ Su-57 ഇന്ത്യക്ക് തരാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലാണ് റഷ്യ വന്ന് നിൽക്കുന്നത്. അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തരാനാണ്. അതിലാണ് സോഴ്സ് കോഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ തരും. സോഴ്സ് കോഡ് ആക്സസ് ചെയ്യാൻ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വെപ്പൺസും നമ്മുടെ സിസ്റ്റംസൊക്കെ തന്നെ നമുക്കിനി അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ച് ഫ്രാൻസും അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ സോഴ്സ് കോഡ് അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ അതിലൊക്കെ അവർ വളരെ കടുംപിടുത്തമുള്ള രാജ്യമുണ്ട്. ഇന്ത്യ അവരുമായിട്ടുള്ള ഡീലുകളൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഒട്ടുമേ സമ്മതിക്കത്തില്ല. കാരണം ഒരു പാക്കേജ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ മൊത്തം അവരുടെ നിന്ന് നട്ടും ബോൾട്ടും ഉൾപ്പെടെ മൊത്തം അവരുടെ നിന്നാണ് 10-40 വർഷം നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഹ്യൂജ് കോസ്റ്റ് ഈ ടൈം സ്പാനിൽ നമുക്ക് വരുത്തി വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നല്ലേ, ചൈന ഓൾറെഡി അവരുടെ J-20, J-35 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റൊക്കെ അവർ ഓൾറെഡി അവരുടെ സേനയ്ക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഒത്തിരി ഹ്യൂജ് നമ്പേഴ്സിലാണ്. വളരെ താമസിച്ചത് പാകിസ്ഥാനായിട്ട് അവർ ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന് ഡീൽ ഉണ്ടാക്കുന്നുള്ളൊരു ന്യൂസും അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അത് സ്വായത്തമാക്കാനുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് മേടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചൈനയ്ക്ക് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ എന്താണ് പറയുന്നത് സമ്മതക്കുറവൊന്നുമില്ല പാകിസ്ഥാൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും. കാരണം നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഓൾറെഡി ചൈനയ്ക്കുണ്ട്. ചൈന ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണെന്ന് അവർ സ്വയം നിർമ്മിച്ചുണ്ടാക്കി എന്ന് നമുക്ക് പറയാം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാകാൻ പ്രാഥമികമായിട്ടും ഒക്കെ തന്നെ ചാൻസ് ഉള്ള രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിലുള്ള പാകിസ്ഥാൻ്റെ മുകളിലുള്ള ഒരു എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഓൾറെഡി നമുക്ക് പറഞ്ഞു. നമ്മുടെ സ്ക്വാഡ്രൻസൊക്കെ നമുക്ക് ആവശ്യമുള്ളതിലും ഒത്തിരി താഴെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സ് നേരിടുന്ന വലിയൊരു ഗ്യാപ്പിൻ്റെ ഈ പറഞ്ഞ ടെക്നോളജിയിലുള്ള, അതായത് ഇന്ത്യൻ എയർഫോഴ്സും പാകിസ്ഥാൻ്റെ എയർഫോഴ്സും തമ്മിൽ ഉള്ള ഒരു പാരിറ്റിയിൽ ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് നമ്മൾ ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന പോലെ തന്നെ വാർ ഫൂട്ടിങ്ങിൽ തീർച്ചയായിട്ടും ഒരു 2 സ്ക്വാഡ്രൻസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 10-40 ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഈ പറഞ്ഞ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് എയർഫോഴ്സിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അർജൻറ്റായി മാറിയിട്ടുണ്ട്. അത് എയർഫോഴ്സ് ഓൾറെഡി അതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അധികാര കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഫൈനൽ സേ അല്ലെങ്കിൽ ഒരു ഫൈനൽ പെർമിഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇതിനു വേണ്ടി കാത്തിരിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മളുടെ ഈ അഡ്വാൻസ്ഡ് എന്താണ് പറയുന്നത് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അത് നമ്മൾ ഓൾറെഡി അതിനു വേണ്ടി ഉള്ള ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് കഴിഞ്ഞ മാസങ്ങളിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ 15,000 crores അതിനുവേണ്ടി ഏകദേശം എന്താണ് പറയുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് വരുമ്പോൾ തന്നെ 2029 ആകും. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം സ്ട്രീം ലൈൻ ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമുക്കറിയാം HALൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തേജസ് എയർക്രാഫ്റ്റിൻ്റെയൊക്കെ ഹിസ്റ്ററി നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ പറഞ്ഞ് 2030 കൂടിയോ അല്ലെങ്കിൽ ആ ഒരു സമയത്തിലൊന്നും തീർച്ചയായിട്ടും ഇത് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും നമുക്ക്. പക്ഷേ ഈ പറഞ്ഞൊരു കാലയളവിൽ ഇപ്പോൾ 2026 ഇനിയിപ്പോൾ 4 വർഷം കൊണ്ട് ഈ പറഞ്ഞ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ 4 വർഷം കൊണ്ട് സാധ്യമാകുക എന്നുള്ളത് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ രാജ്യത്തിൻ്റെ കഴിവിനെയല്ല സംശയിക്കുന്നത്, നമുക്ക് ഇത്രയും ചുരുങ്ങിയൊരു കാലം കൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഗ്യാപ്പിനെ നമുക്ക് തൽക്കാലം അതിൻ്റെ മാനുഫാക്ചറിങ് മുന്നോട്ട് പോകട്ടെ അല്ലെങ്കിൽ അതുമായിട്ടുള്ള പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്കതിനെ ഈ പറഞ്ഞ ഈ കാലതാമസത്തെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് നമ്മളെന്ന് സ്വയം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു അന്ന് വരെ നമുക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അപ്പോഴത്തേക്ക് നമ്മളുടെ അയൽ രാജ്യത്തിലെ ഈ പറഞ്ഞ മിലിറ്ററി ഇക്വേഷൻസൊക്കെ തന്നെ വളരെ ഗണ്യമായിട്ട് മാറും. ഇന്ത്യക്ക് അത് ഒത്തിരി നഷ്ടം ഉണ്ടാക്കി വെക്കുന്നൊരു കാര്യങ്ങളാണ്. കാരണം ഒത്തിരി നഷ്ടപ്പെടുത്തിയൊരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഒത്തിരി അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഈ ഒരു മേഖലയിൽ ഈ പറഞ്ഞ വെയിറ്റ് ആൻഡ് സീ പോളിസി അല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് സീ നമ്മളുടെ നിലപാട് നമുക്കൊരിക്കലും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച്
റഷ്യയുമായിട്ട് ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നതായിരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ റഷ്യയുടെ എയർക്രാഫ്റ്റും, അതായത് Su-57 F-35 അമേരിക്കയുടെ സ്റ്റെൽത്ത്, ഏറ്റവും ഇന്ന് ലോകത്തിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റാണ് അമേരിക്കയുടെ F-35, അതുപോലെ അവരുടെ F-22 റാപ്റ്റർ എന്ന് പറയുന്നത്. കാരണം വളരെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട എന്ന് പറയുന്ന ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, പക്ഷേ റഷ്യയുടെ ഈ പറഞ്ഞ Su-57 സ്റ്റെൽത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും അത് സ്റ്റെൽത്താണോ എന്നൊക്കെ, അതാണ് ഇന്ത്യ 2018 അതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ആയിട്ട് പറയുന്നത്. കാരണം അതിൻ്റെ സ്റ്റെൽത്ത് ക്വാളിറ്റിയിൽ എത്രത്തോളം അത് സ്റ്റെൽത്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ത്യക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണെന്നുള്ള അഭിപ്രായം പലർക്കുമില്ല. പക്ഷേ എന്നാലും സ്റ്റെൽത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ F-35 എന്ന് പറഞ്ഞാൽ സിംഗിൾ സീറ്റ് ഫൈറ്ററാണ്. Su-57 എന്ന് പറയുന്നത് ടിൻ സീറ്റാണ്. ഈ ടിൻ സീറ്റിനകത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുകൂടെ ഇന്നത്തെ ഫൈറ്റർ എയർക്രാഫ്റ്റ് എല്ലാം നമുക്കറിയാം അഡ്വാൻസ്ഡ്, ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മോഡേൺ മാൻഡ് അൺമാൻഡ് ടീമിംഗ് ആണ്. മാൻഡ് അൺമാൻഡ് എന്നല്ല, നമുക്ക് ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വേണം, അതല്ലാതെ ഹ്യൂമൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ കൂടെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഈ കോമ്പിനേഷനിൽ ടിൻ സീറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്രൂ മെമ്പർ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ വേണം എന്നാണ് പൊതുവെയുള്ള എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ റഷ്യ അതുകൊണ്ടാണ് ഈ പറഞ്ഞ അവരുടെ സ്റ്റെൽത്തിന് ഈ പറഞ്ഞ 2 ടിൻ സീറ്റ് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റായിട്ട് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മറ്റ് പല ക്വാളിറ്റീസും ഇതിന് പറയുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് നമുക്ക് തീർച്ചയായിട്ടും അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ എൻജിൻ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ്, എവിയോണിക്സ്, ഓപ്റ്റിക്കൽ സെൻസേഴ്സ്, സോഴ്സ് കോഡ്, ആക്സസ്, അതെല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ സോഴ്സ് കോഡാണ് ഏറ്റവും പ്രധാനം. ടെക്നോളജി ട്രാൻസ്ഫറും സോഴ്സ് കോഡാണ്. സോഴ്സ് കോഡ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ നമുക്കതിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബ്രഹ്മോസും അതുപോലെ തന്നെ ആസ്ട്ര മിസൈലും ഒക്കെ തന്നെ നമുക്ക് ഈ അവർ ടെക്നോളജി ട്രാൻസ്ഫറും സോഴ്സ് കോഡും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ലഭ്യമായില്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നും ആരിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്, റഫേലായാലും ശരി, ഏതെങ്കിലും ഇപ്പം F-35 നമ്മൾ മേടിക്കുകയാണെങ്കിൽ അമേരിക്ക ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ലെങ്കിൽ നമുക്കിവിടെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കത്തില്ല. അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ സോഴ്സ് കോഡ് ഇല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ ഇതിനകത്തിൽ നമുക്കിഷ്ടമുള്ള ആയുധങ്ങൾ ഇതിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അമേരിക്കയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ അവരുടെ കിൽ സ്വിച്ച് എന്നൊക്കെ പറയുന്ന എന്തോ സംവിധാനം ഉണ്ടെന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നമുക്ക് അവർ ആയുധങ്ങൾ തരുന്നു. ഇപ്പോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അപ്പോൾ നമുക്കൊരു യുദ്ധമുള്ള സമയത്ത് നമ്മളിത് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർ പൈസയുടെ നമ്മൾ യുദ്ധം നടക്കുമ്പോൾ F-35 നമ്മളുണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ F-35 ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനം ഇല്ലാതായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അമേരിക്കയിൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുമ്പോഴുണ്ട്. പിന്നെ കിൽ സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല. അവർ പൊതുവെ നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ അമേരിക്ക അത്രയും ദൂരത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ ടെക്നോളജിക്കലി അവർക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്തൊരു F-35 അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന യാതൊരു ലക്ഷണമില്ല. തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ റഷ്യയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഇൻഡിജിനസ് പ്രോഗ്രാമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് ഇന്ത്യക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു മേഖലയിൽ ഇനിയും കൂടുതൽ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അത്യാധുനികമായിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റും ഒക്കെ തന്നെ ഇന്ത്യ നിർമ്മിക്കുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യകത ഇന്ത്യക്കുണ്ട്. വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, റഷ്യയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള
ഒരു ചില കാര്യങ്ങൾ നമുക്കിനകത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്, ഇന്ത്യൻ സേനയ്ക്ക് എയർഫോഴ്സിന് വളരെ അത്യാവശ്യമാണ്. കാരണം മിനിമം ഒരു 40 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് എങ്കിലും 2 സ്ക്വാഡ്രൺ ഫില്ല് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നമ്പേഴ്സ് ഇന്ത്യ അക്വയർ ചെയ്യണം അല്ലെങ്കിൽ പ്രൊക്വയർ ചെയ്യുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഓൾറെഡി ഡിഫൻസ് മിനിസ്ട്രിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത് പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് യെസ് ഓർ നോ അല്ലെങ്കിൽ ഫൈനലൈസേഷൻ ഒരു പക്ഷേ പ്രോസസ്സുകളെല്ലാം സീക്രട്ടീവായിട്ട് നടക്കുന്നുണ്ടായി, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. കാരണം അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴേ നമ്മളിതിനെക്കുറിച്ച് ഗവൺമെൻറ്റിനത് ഒരു പക്ഷേ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്കിതിൻ്റെ നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ടോ ഇല്ല എന്നതിനെക്കുറിച്ച് ഇപ്പം നമുക്കറിയില്ല. പക്ഷേ ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അറിവുകൾ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസിഷൻസ് ഒന്നും ആയിട്ടില്ല. പക്ഷേ സേന അല്ലെങ്കിൽ എയർഫോഴ്സ് നമ്മുടെ വ്യോമസേന ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. കാരണം ആദ്യം ഇങ്ങനെയാണല്ലോ പോകുന്നത്. കാരണം സേന മിനിസ്ട്രി ഓഫ് ഡിഫൻസിനോട് പറയും, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവർക്കതിനകത്തിൽ ചില ലെയേഴ്സൊക്കെ ഉണ്ട്, ചില ഹൈറാർക്കീസൊക്കെ ഉണ്ട് പലതരത്തിലുള്ള. അപ്പോൾ അതിനകത്തിൽ അവരുടെ ഡിസിഷൻ മേക്ക് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇത് നമ്മളുടെ PMO അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലൊക്കെ പോയിട്ട് ഫൈനൽ ഡിസിഷൻ അവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം സേനയിൽ നിന്നും സേനയുടെ താല്പര്യങ്ങൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ അവിടുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടയോ മേടിക്കോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നിലപാടിതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം നമുക്ക് ഈ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വളരെ അത്യാവശ്യമാണ്. പാകിസ്ഥാന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ സ്വായത്തമാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പാകിസ്ഥാൻ്റെ മുകളിലെങ്കിലും നമുക്ക് ആ ഒരു എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത് മേൽക്കോയ്മ നമുക്ക് നിലനിർത്താനും അല്ലെങ്കിൽ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇനി ഫ്യൂച്ചറിൽ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ യുദ്ധം ഇല്ല എന്നുള്ള സാഹചര്യമല്ല, ഇനിയും കൂടുതൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസിന് മാറ്റങ്ങളൊന്നുമില്ല. അതായത് ആ സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാസ്റ്റേഴ്സും എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ജിയോ പൊളിറ്റിക്സിനെ ലീഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് എല്ലാം അതുപോലെ തന്നെ പരിക്കുകളൊന്നും കൂടാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്കിനിയും ഭാവിയിലും മുന്നോട്ട് നേരിടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എല്ലാ സേനാ വിഭാഗത്തെയും നമുക്ക് കൂടുതൽ ആധുനികവൽക്കരിക്കുകയും അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യുകയും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് അത് സേനയ്ക്ക് ലഭ്യമാക്കാനുള്ള ഒരു ഇക്കോസിസ്റ്റത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. പക്ഷേ തൽക്കാലം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വെളിയിൽ നിന്ന് ഈ പറഞ്ഞ റഷ്യ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ നല്ലതല്ല, മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.